going thing. അപ്പോൾ മച്ചാന്മാരെ നമുക്കിത് 3 ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിനെ കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചത്തിട്ടൊന്നുമില്ല, എല്ലാം ജീവനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഇതിൻ്റെ അടുത്തിപ്പം വിരൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 2 പീസാക്കി തരും. നല്ല പവറാണ് ഇതിൻ്റെ കഴിക്കുണ്ടോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് കടൽ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സൈസുള്ള സാധനം ഇതുണ്ടോ, നല്ല സൈസ് സാധനമാണ്. പിന്നെ ഇതിൻ്റെ എഡ്ജസൊക്കെ ഭയങ്കര ഷാർപ്പായിട്ട് ഇതുണ്ടോ. അപ്പോൾ ഇത് കണ്ടോ വെച്ചാൽ ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. ഇതിൻ്റെ കൈയിൻ്റെ പവറുണ്ടോ, വടി വരെ വിട്ടിട്ടില്ല, അത്രയും പവറാണ്. നമ്മളെ വിരൽ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ വിടത്തില്ല, ഫുള്ള് ചതച്ച് കഴിഞ്ഞിട്ടേ വിടത്തുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഇതേ നമ്മുടെ ഞണ്ടിനെ കഴുകി നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി മസാല ചേർക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഉപ്പാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് കേട്ടോ ഇടേണ്ടത്. മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മസാലയാണ് ഇട്ടിട്ടുണ്ടത്. നമ്മൾ ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചേക്കുന്നത്. കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ ഈ മസാലയൊക്കെ ഒന്ന് അതിൻ്റെ അകത്തേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കത്തുള്ളൂ. നല്ല അടിപൊളിയായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളി തോല് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചതാണിത്. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും കൂടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഈ അരപ്പിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം ഈ കറിക്ക് നല്ലൊരു മധുരവും പിന്നെ ഞണ്ടിൻ്റെ ഫ്ലേവറും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഞണ്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടൊന്ന് അടച്ച് വെക്കുക. നമുക്ക് അടപ്പെടുത്തിട്ട് നമ്മുടെ കറി ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ വേവ് എങ്ങനെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, നല്ല റെഡ് കളറായിട്ടുണ്ടാവും. അവസാനമായിട്ട് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ കറിവേപ്പില ഇടാതെ എന്ത് കറിയല്ലേ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് കറിവേപ്പിലയാണ് ഇടുന്നത്. നമ്മുടെ സെർവിങ് പ്ലേറ്റൊക്കെ നല്ല കിടലിനായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ്, തക്കാളി, ഉള്ളിയൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് നമ്മുടെ ഞണ്ട് കറി ഓരോന്നായിട്ട് വെച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പം ഒരു കപ്പയോ ചോറോ അങ്ങനെ എന്തെങ്കിലും ഒരുമിച്ചുണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.